ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഷെഫ് സീക്രട്ടിലെ ഒരുപാട് ഇലയിൽ പൊള്ളിച്ച വിഭവങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഇന്നും അത്തരമൊരു വെറൈറ്റി വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്, മട്ടൻ ഇലയിൽ പൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. തക്കാളി അരിഞ്ഞത് 2 എണ്ണം, വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന്, സവാള അരിഞ്ഞത് 3 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന്, മെഹ്ടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, വറുത്തരച്ചത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, മുളക് പൊടി 1/2 സ്പൂൺ, മട്ടൺ 250 ഗ്രാം. നമുക്ക് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടന്നാലോ. ആദ്യം അടുപ്പിലൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 സ്പൂൺ സവാള അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, 2 സ്പൂൺ മെഹിട്ടി കൂടെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഈ കൂട്ട് ഒന്ന് വാടിയതിനു ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. ആദ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ഇവയിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ 250 ഗ്രാം മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മട്ടൺ വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വറുത്തരച്ച കൂട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതേ കൂട്ടിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 സ്പൂൺ മട്ടൻ മസാലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അതിനായി ഒരു വാട്ടിയ വാഴയിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മട്ടൻ കറി ഇടുക. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് മെഹ്ടി, ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് മട്ടനെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വാഴയിലയിൽ പൊതിഞ്ഞ മട്ടൻ വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇതോടെ നമ്മുടെ മട്ടൻ ഇലയിൽ പൊള്ളിച്ചത് റെഡി. നമ്മൾ ഷെഫ് സീക്രട്ടിൽ നിരവധി ഇലയിൽ പൊള്ളിച്ച വിഭവം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ്. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വിഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.